നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. 13 വയസ്സുകാരിയാണ് കണ്ടെത്തിയത്. താമരം എക്സ്പ്രസിൽ വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. മലയാളി സമാജം പ്രവർത്തകരാണ് ഈ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തത്. ഏതാണ്ട് 37 മണിക്കൂറായി കേരളം മുൾമുനയിൽ ആയിരുന്നു. കേരളത്തിന്റെ പുത്രിയല്ല, മറിച്ച് ഇന്ത്യയുടെ പുത്രി എന്ന നിലയിൽ തന്നെ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവരാണ് എങ്കിൽ പോലും നമ്മുടെ മകൾ എന്ന നിലയിൽ തന്നെ നടത്തിയ അന്വേഷണം, പ്രത്യേകിച്ച് കേരള പോലീസ് 1 മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ നടത്തിയ ഇടപെടലുകൾ. ഏറ്റവും ഒടുവിൽ ഇതാ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ 37 മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ്. പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് മറ്റ് സന്തോഷകരമാകുന്ന വിവരം. പെൺകുട്ടി പ്രതികരിച്ചപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയത് എന്ന് തന്നെയാണ് ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന്, പിണങ്ങിപ്പോന്നത് എന്ന് തന്നെയാണ് ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം എന്നതും ഏറെ സന്തോഷകരമാണ്. പക്ഷേ ആ പെൺകുട്ടി വീട്ടിലേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അമ്മയുടെ ഭാഗത്ത് നിന്ന് രണ്ടാനമ്മ എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ കുട്ടി നേരിട്ടിരുന്നോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ടോ? പക്ഷേ മലയാളക്കരയ്ക്ക് ഏറ്റവും സന്തോഷകരമാകുന്ന ഒരു വിവരം ഇതാ, നമ്മൾ തേടിയിരുന്ന 13 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു. മലയാളികൾ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, 37 മണിക്കൂർ നീണ്ട തെരച്ചിൽ, രാജ്യവ്യാപകമായി മലയാളികൾ നടത്തിയ പരിശോധന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതാ മലയാളികൾ തന്നെ ആ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആശ്വാസകരമായ കാര്യം, ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വിജയവാഡയിൽ വെച്ചതാണ് ആ കുട്ടിയെ കണ്ടെത്തിയത്. അതായത് താമ്പരം എക്സ്പ്രസിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഗുവാഹട്ടിയിലേക്കുള്ള യാത്ര, ചെന്നൈ വരെ കുട്ടി എത്തിയതിന് തെളിവുകൾ ഉണ്ടായിരുന്നു. പോലീസ് അത് പുറത്തുവിട്ടിരുന്നു. ചെന്നൈയിലേക്ക്, അതായത് ബംഗളൂരുവിലേക്കാണോ അല്ലെങ്കിൽ ഗുവാഹട്ടിയിലേക്കാണോ, സ്വദേശമായ ആസാമിലെ ഗുവാഹട്ടിയിലേക്കാണോ പോയതെന്ന സംശയമാണ് ഉണ്ടായത്. ഗുവാഹട്ടിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു കുട്ടിയെ ആന്ധ്ര മലയാളി അസോസിയേഷൻ പ്രവർത്തകർ കണ്ടെത്തിയത്. കുട്ടിയെ ഇപ്പോൾ RPF വിജയവാഡയിൽ വെച്ച് RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ കൈമാറിയിട്ടുണ്ട്. ഇനി നിയമപരമായ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. എങ്കിലും ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ് കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത്. കാരണം കുട്ടിക്ക് 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചു എന്ന സംശയങ്ങൾ, ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായി ആ കുട്ടിയെ ആന്ധ്രയിലെ മലയാളി സമാജ പ്രവർത്തകർ കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന മുഹൂർത്തം. അവരെ സൂചിപ്പിച്ച പോലെ മലയാളിയല്ല ആ കുട്ടിക്ക്, മലയാളവുമായി കേരളവുമായി ഉള്ള ബന്ധം 2-3 ആഴ്ചത്തെ മാത്രം ബന്ധമാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് ഒരു കുട്ടിയെ കാണാതായുമ്പോൾ ഒരു മലയാളിയെ കാണാതാവുന്നത് പോലെ തന്നെ, മലയാളി കുട്ടിയെ കാണാവുന്നത് പോലെ തന്നെ ആ ഒരു അന്വേഷണമാണ് പോലീസും നടത്തിയത്. അത്തരത്തിൽ ആ ഒരു അന്വേഷണത്തിനൊടുവിൽ ആ കുട്ടിയെ കണ്ടെത്തിയത് സ്വാഭാവികമായും സംസ്ഥാനത്തിലെ കേരളത്തിലെ ഒന്നടങ്കം അഭിമാനിക്കാവുന്ന ഒരു വിഷയമാണ്. അഭിലാഷ്, തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്നത് പോലെ മലയാളിയല്ലാത്ത പെൺകുട്ടിയാണ് എങ്കിൽ പോലും 13 വയസ്സുള്ള പെൺകുട്ടി, വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ആയിരുന്നു ഓരോ മലയാളിയും എന്നതാണ് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ